പുതിയ നിയമ ക്രൈസ്തവ സഭയ്ക്ക് ദശാംശം ആവശ്യമാണ്. 2. ദശാംശം എന്നാൽ എന്താണ്? ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നെഗറ്റീവും പോസിറ്റീവും ഉള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ പറയുന്നത്, വിശേഷിച്ചും ക്രൈസ്തവ എപ്പിസ്കോപ്പലെന്നോ പ്രൊട്ടസ്റ്റൻ്റെന്നോ വ്യത്യാസമില്ലാതെ സഭകളിലെ ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സൊക്കെ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ തിരുവെഴുത്തിൽ അപ്രകാരം പറയുന്നുണ്ടോ ഇല്ലയോ? എന്താണ് ദശാംശം? ദശാംശം യഹൂദനുള്ളതാണോ അതോ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ വിജാതിയർക്കുള്ളതാണോ? ഇതൊന്നും തിരിച്ചറിയാതെ എന്തെങ്കിലും കേട്ടാൽ അതിനെല്ലാം ആൻസർ ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ദോഷമായ കാര്യം. അത് വ്യക്തിക്കായാലും സമൂഹമായാലും ശരി, ഏത് വിഷയത്തിൻ്റെയും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ പുതിയ നിയമ ക്രൈസ്തവ സഭയ്ക്ക് ദശാംശം ആവശ്യമില്ല. ആസർ എന്നാണ് എബ്രായ പദം, ഡെക്കറ്റി എന്നാണ് ഗ്രീക്കിൽ. ഡെക്കെ എന്ന് പറയുന്ന ഗ്രീക്കിലെ 10ാമത്തെ സംഖ്യ, ന്യൂമറിക്കലാണ്. 9, 10, 8 എന്നുള്ള നമ്മൾ സംഖ്യയിലെ 10ാമത്താണ് ഡെക്കെ. ഡെക്കേറ്റി ബഹുവചനത്തിൽ പറയുന്നത്, അത് 10-1 എന്നാണ് അർത്ഥം. 10-1, പതാരം എന്നിങ്ങനെ 2 പര്യായ പദങ്ങൾ തന്നെ ദശാംശത്തിന് മലയാളത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് ദശാംശത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്ന ആദ്യത്തെ പരാമർശം. അത് അബ്രഹാം മൽക്കീസദേക്കിന് കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. മൽക്കീസദേക്ക് ആരാന്ന് കൃത്യമായ ഒരു വിശേഷണം തിരുവെഴുത്തിലില്ല. എന്തുമാകട്ടെ, ഇവിടെ ദശാംശം കൊടുക്കാൻ അബ്രഹാമിനെ ആരെങ്കിലും നിർബന്ധിച്ചില്ല, പ്രേരിപ്പിച്ചില്ല. അപ്പോൾ പരപ്രേരണയില്ലാതെ തൻ്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് മൽക്കീസദേക്കിന് തൻ്റെ വരുമാനത്തിൽ ദശാംശം കൊടുത്തത്. ഇതൊരു അഖിലിത നിയമമല്ല, അത് അബ്രഹാമിൻ്റെ സ്വന്തം വ്യക്തിപരമായ കാര്യമാണ്. ഓർക്കുക, സ്വയം ചെയ്യുന്ന തെറ്റില്ല, എന്നാൽ പരപ്രേരണയാലോ ദശാംശം നൽകണമെന്ന് ആഹ്വാനം ചെയ്തിട്ടോ ഒരു വ്യക്തി ദശാംശം കൊടുക്കുന്നെങ്കിൽ അത് നന്മയല്ല. കാരണം മറ്റൊരാളുടെ പ്രേരണയിലല്ലേ. അബ്രഹാമിന് സമ്പന്നനായിരുന്നു, വളരെ പ്രശംസനീയമായ സാംസ്കാരിക സമ്പന്നവുമായിരുന്ന ഊർ എന്ന മെസ്സപ്പൊട്ടിമയിൽ നിന്നും കനാൻ നാട്ടിലേക്ക് വന്നത് അതും സ്വയം വന്നതല്ല. ദൈവം അബ്രഹാമിന് കാണിച്ച വഴിയിൽ കൂടെ തൻ വന്നു എത്തി. ആ ഭാഗങ്ങളിൽ കണ്ടപ്പോഴാണ് മൽക്കീസദേക്കിനെ കാണുന്നതും താൻ ദശാംശം കൊടുത്തതും ഒക്കെ. അതുകൊണ്ട് അതൊരു നിയമപരമാകില്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കുള്ള പ്രവാസത്തിൽ വരുമ്പോൾ മരുഭൂമിയിലെ യാത്രയിൽ വെച്ചാണ് ദൈവം ഇത് കൽപ്പനയായി കൊടുക്കുന്ന പരിച്ഛേദനയും ശാബത്തും ഈ പറഞ്ഞ ദശാംശമൊക്കെ യഹൂദനുമായി ബന്ധപ്പെട്ടതാണെന്ന് താഴ്മയും വിനയവുമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്നുകിൽ നിങ്ങൾ പരിച്ഛേദന ചെയ്ത യഹൂദനായിരിക്കണം, ശാബത്ത് ആചരിക്കുന്നവരായിരിക്കണം, എങ്കിൽ നിങ്ങൾ ദശാംശം കൊടുക്കണം. ഇല്ല, നിങ്ങൾ വിജാതീയരാണ്, യഹൂദനൊഴിച്ച് ബാക്കി ഞാനും നിങ്ങളൊക്കെ വിജാതീയരാണ്. വിജാതീയർക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പുതിയ നിയമത്തിൽ എവിടെയും യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ, അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും രണ്ടും രണ്ടാ. കർത്താവ് ആദ്യം തിരഞ്ഞെടുത്ത 12 പേരെ തന്നോടുകൂടി ഇരിപ്പാനും അത് ഭൂതങ്ങളെ പുറത്താക്കാനും പ്രസംഗിക്കുവാനും വേണ്ടി ദൈവം തിരഞ്ഞെടുത്താക്കിയവരെ അപ്പോസ്തലൻ, അപ്പോസ്തോലോസ് എന്ന 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോസ്തലന്മാർ. അത് 12 പേരും തുടർന്ന് 70 പേരും 500 പേരുമായി ഉള്ളതെല്ലാം തന്നെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലത്വം പിന്തുടർച്ചയില്ല. അതും തിരിച്ചറിയുക. അത് മറ്റൊരു എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പുതിയ നിയമ ക്രൈസ്തവ സഭയ്ക്ക് ദശാംശം ആവശ്യമോ? വിശദമായി ചാനൽ യൂട്യൂബ് കാണുക, ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായ ചെറിയ പഠനം. ദശാംശം, യഹൂദരും ദശാംശവും. ദശാംശം യഹൂദർക്ക് യഹോവയായ ദൈവ നിയമപ്രകാരം നൽകിയ കൽപ്പനയാണ്. എന്നുവെച്ചാൽ ആധികാരികമായി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, വിട്ടുവീഴ്ച വരാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു കൽപ്പനയാണ്, കമൻഡമെൻ്റാണ്, ഓർഡറാണ്, ആജ്ഞയാണ്. അല്ലാതെ താല്പര്യമുണ്ടെങ്കിൽ ആ ചെയ്തോ എന്ന് പറയുന്നതല്ല, കൽപ്പനയാണ്. ഇത് പുതിയ നിയമ ക്രൈസ്തവ വിശ്വാസിക്ക് ബാധകമല്ല. ദശാംശവും നാൾ വഴികളും. 1, നിലത്ത് വിതച്ചുണ്ടാകുന്നതിൻ്റെ 10-1 അല്ലെങ്കിൽ കൃഷിഫലം
ആണ്ടുതോറും നൽകിയിരിക്കണം. യഹൂദൻ യഹോവയ്ക്ക് നൽകണം. 2, 3 വർഷങ്ങൾ കൂടുമ്പോൾ ലേവ്യർക്കും വിധവകൾക്കും പരദേശികൾക്കും തൃപ്തിയായി തിന്നുന്നതിന് കൃഷിഫലങ്ങളും ധാന്യങ്ങളും എല്ലാവരും നൽകണം. ആവർത്തന പുസ്തകം 26:12. 3, മുന്തിരിയുടെയും മറ്റു വിളവുകളുടെയും ദശാംശമെടുത്ത് ഭൃത്യന്മാർക്കും ഷണ്ഡന്മാർക്കും നൽകണം. അത് കുടുംബങ്ങൾ നൽകേണ്ടതാണ്. 1 ശമൂവേൽ പുസ്തകം 8:15. ഇതും യഹൂദനോടാണ്. 4, ധാന്യം, വീഞ്ഞ്, എണ്ണ, തേന്, വയലിലെ വിളവുകൾ, ആടുമാടുകൾ എന്നിവയുടെ ദശാംശം അല്ലെങ്കിൽ ആദ്യ ഫലം കൊണ്ടുവരണം. 2 ദിനവൃത്താന്തം 31:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെ യഹൂദനോട് മാത്രമാണെന്ന് ഞാൻ എടുത്തെടുത്ത് ഓർപ്പിക്കട്ടെ. 5, എല്ലാ കൃഷിയുടെയും മൃഗസമ്പത്തിന്റെയും ദശാംശം. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 37-38 വാക്യങ്ങൾ. 6, ലേവ്യരും അവർക്ക് ലഭിക്കുന്ന ദശാംശത്തിൽ നിന്നും അവർ ഒരു ദശാംശം, അതായത് പൊതുജനങ്ങൾ, യഹൂദരായ പൊതുജനങ്ങൾ ആലയത്തിൽ നൽകുന്ന ദശാംശം ഒരു ഭാഗം ലേവ്യർക്കാണ്. ആ ലേവ്യരും അവർക്ക് ലഭ്യമായ ഓരോ വ്യക്തിയും അവർക്ക് ലഭിക്കുന്നതിന്റെ 1/10 ദശാംശം, അതിൽ ഉദച്ചാർപ്പണം എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, മഹാപുരോഹിതന് കൊടുക്കണം. അതായത് എലയാസറിന് 16, ഈഥോമാറിന് 8മായി 2 സെക്ഷനിലായിട്ട് 24 ഒരു കൂറ എന്നാണ് പഴയ നിയമത്തിൽ, പഴയ വെർഷനിൽ. ഒരു സെക്ഷനിൽ 1000 പേര് വെച്ച് 24,000 സാധാരണ പുരോഹിതന്മാരും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മഹാപുരോഹിതൻ. ശ്രദ്ധിക്കണമേ, ഈ 24,000 സാധാ പുരോഹിതന്മാർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാധാ അച്ഛന്മാര്, സാധാ ഭാഷന്മാരും കൂടെ നറുക്കിട്ടെടുക്കുന്നതല്ല. സെൻട്രൽ ശ്രേയം ഓവർസിയറെയോ സൂപ്രണ്ടിനെയോ പോലെ അല്ല. അത് യഹോവയായ ദൈവം തന്നെയാണ് 24,000 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, വ്യക്തികളല്ല എന്നുകൂടെ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇത് 6-ാമത്തെ ഭാഗം, ലേവ്യരും അവർക്ക് ലഭിക്കുന്നതിൻ്റെ ഓരോ ലേവ്യ കുടുംബസ്ഥനും അവർക്ക് കിട്ടുന്നതിൽ 1/10 ആർക്ക് കൊടുക്കണം? മഹാപുരോഹിതന് കൊടുക്കണം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 32-33 വാക്യങ്ങളും സംഖ്യാപുസ്തകം 18-21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളവും പരിശോധിക്കുക. 7, നിലത്തിലെ വിത്തും ഫലവൃക്ഷങ്ങളുടെ ഫലവും ദശാംശമായി യഹോവയ്ക്കുള്ളതാണ്. ലേവ്യ പുസ്തകം 27:30. 8, നിലത്തിലെ വിളവിന്റെ ദശാംശം വർഷം തോറും ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾക്കൊപ്പം യെരൂശലേമിൽ എല്ലാവരും കൊണ്ടുവന്ന് എല്ലാവരും ഒന്നിച്ച് ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചിട്ട് അവനവന്റെ വീട്ടിലേക്ക് പുറപ്പെടണം. എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നതെല്ലാം ഏതെങ്കിലും സെൻട്രൽ പാർട്ടിയോ ലോക്കൽ പാർട്ടിയോ സഭയുടെ കമ്മിറ്റിക്കാരുടെയോ അക്കൗണ്ടിലേക്ക് പോകണമെന്നല്ല. ദശാംശം വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ചിട്ട് ആലയത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരണം. 16 ഏക്കർ വിസ്തീർണമുള്ള അതിബൃഹത്തായ ദേവാലയമായിരുന്നു ശലോമോൻ പണിത ആദ്യത്തെ ദേവാലയം. അതിബൃഹത്തായ ഭംഗിയുള്ള സൗന്ദര്യത്തിന് മുകുടമായിരുന്നു. ഇന്നതില്ല. എന്നാൽ ഈ ആലയത്തിന് ചുറ്റുമായി ഈ ലേവ്യർക്ക് താമസിക്കാൻ വിശ്രമിക്കാനുള്ളതും ഈ ഭക്ഷ്യധാന്യങ്ങളും മറ്റ് സ്വർണം വെള്ളിയൊക്കെ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അത് ലഭിക്കുന്നത് ഒന്നിച്ച് 7 നോക്കണം. നിലത്തിലെ വിത്തും ഫലവൃക്ഷങ്ങളുടെ ഫലവും എല്ലാം വ്യക്തികൾ സുമനസാലെ കൊണ്ടുവന്ന് അത് ആലയത്തിൽ സൂക്ഷിച്ച് അത് പുരോഹിതന്മാരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാവർക്കും തൃപ്തിയാവണ്ണം തിന്ന് കുടിച്ച് സന്തോഷിച്ച്, അത് അല്ലാതെ തമ്പുരാന് ദൈവത്തിന് നിങ്ങളുടെ അപ്പവും മാങ്ങയും തേങ്ങയും ഒന്നും വേണ്ടെന്ന് മനസ്സിലാക്കുക. അത് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും അവനവന്റെ വിളവിന്റെ 1/10 കൊണ്ടുവന്ന് അതൊന്നിച്ചു കൂട്ടി തുല്യമായി വീരിച്ച് പുരോഹിതനൊരു പങ്ക് കൊടുക്കുക, മഹാപുരോഹിതനൊരു പങ്ക് കൊടുത്ത് ബാക്കി എല്ലാവരും ഒന്നിച്ച് തൃപ്തരായി സന്തോഷത്തോടെ അവർ പോകാനും ജീവിക്കാനും വേണ്ടി ദൈവം ഒരുക്കിയതാണ് ദശാംശം.
എന്നാൽ പുതിയ നിയമസഭയ്ക്ക് അങ്ങനെയല്ല. പുതിയ നിയമസഭ പല വിജാതീയരാണ് ഞാനും നിങ്ങളും. വ്യത്യസ്തമായ ജാതി സംസ്കാര മതവിഭാഗത്തിൽപ്പെട്ടവരെ ക്രിസ്തു കൊണ്ടുവന്നത് ദശാംശം മേടിക്കാനല്ല. നേരിട്ടോ അപ്പോസ്തലന്മാർ ശിഷ്യന്മാരോ ആരും തന്നെ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ പറയപ്പെട്ട ദശാംശ നിയമങ്ങളെല്ലാം തന്നെ യഹൂദന്മാരോട് മാത്രമുള്ളതാണെന്ന് അടിവരയിട്ട് പറയട്ടെ, അല്ലാതെ പുതിയ നിയമവിശ്വാസികൾക്കുള്ളതല്ല. 2, ഇവയെല്ലാം തന്നെ കാർഷിക വിളവുകളുടെയും മൃഗങ്ങളുമാണ്, അല്ലാതെ പണമായി നൽകാൻ പറഞ്ഞിട്ടില്ല. ആ കാലത്തും ഷേക്കൽ തുടങ്ങി നാണയങ്ങൾ വെള്ളിയുടെയും ചെമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും ഉള്ള നാണയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും യഹോവയായ ദൈവം അവരോട് നാണയങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞില്ല. മറിച്ച് അവനവൻ്റെ വീട്ടിലെ മൃഗസമ്പത്തിൽ നിന്നും വേല ചെയ്യാനും തോട്ടം സൂക്ഷിക്കാനും അത് മനുഷ്യനാക്കിയത്. അതുകൊണ്ടാണ് യഹൂദനായ പൗലോസ് അധ്വാനിക്കാത്തവൻ തിന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ മേഖലയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും തിരുമേനിമാരും മാർപ്പാപ്പമാരും എന്താണ് തിന്നുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണോ? അല്ലല്ലോ. എന്തിന് പാസ്റ്റർമാർ എവിടെയാ വേല ചെയ്യുന്നത്? പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ ആരാ? നോർത്ത് ഇന്ത്യയിലും ഗൾഫിലും പാശ്ചാത്യ നാടുകളിൽ ഓസ്ട്രേലിയയിലും യുകെയിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള പാസ്റ്റർമാരെല്ലാം തന്നെ വേല ചെയ്യുന്നുണ്ട്. വേല ചെയ്യണം. വേല ചെയ്യാതെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം കത്തിപ്രസംഗം നടത്തി ആവർത്തന വിരസമായി മനുഷ്യന് യാതൊരു പ്രയോജനമില്ലാത്ത പ്രസംഗം നടത്തുന്ന പാസ്റ്റർമാരെ നിങ്ങൾ ദശാംശക്കുറ്റി വിരിക്കാൻ പോകരുത്. അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വിശ്വാസികളും പരിച്ഛേദന ചെയ്ത ശാബത്ത് ആചരിക്കുന്ന യഹൂദരാണെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് ദശാംശം വാങ്ങാം, അനുഭവിക്കാം. അപ്പോൾ ഇത് പണമായിട്ടല്ല നൽകേണ്ടത്, മറിച്ച് വീണ്ടും ലേവ്യരുടെ പുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ 10 10ൽ കുറവോ ആടുമാടുകളോ, അതെ, കൃഷിസ്ഥലം, കൃഷി ചെയ്യാൻ കൃഷിസ്ഥലമോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ദരിദ്രരേഖയ്ക്ക്, നമ്മുടെ നാട്ടിലും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർ മുതിർന്നുള്ള നിലയിലൊക്കെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള വേറൊരു ഡിസ്ക്രിമിനേഷൻ പോലെ ദൈവം പറഞ്ഞു 10ൽ താഴെ ആടോ മാടോ ഉള്ളവരോ, കൃഷി ചെയ്യാൻ ഇടമില്ലാത്തവരോ, അല്ലെങ്കിൽ ബാർലിയോ ഗോതമ്പോ ആണ് അവിടെ ഉള്ളത്, നെല്ലില്ല. മുന്തിരിത്തോട്ടം 5 സെന്റ് 10 സെന്റ് മുന്തിരി തോട്ടമാക്കാൻ പറ്റുകയില്ല, ഏക്കർ വേണം. ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരൻ ദശാംശം നൽകണ്ട. 10ൽ കൂടുതൽ ആടുമാടുകളും കൃഷിയിടങ്ങളും ഉള്ളവൻ നിർബന്ധമായും നിശ്ചയമായും നൽകിയിരിക്കണമെന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട പെന്തക്കോസ്തുകാരെ, ബ്രദറുകാരെ, മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിലെ എല്ലാ വിഭാഗക്കാരോടും പറയട്ടെ, നിങ്ങൾ പുതിയ നിയമവിശ്വാസികളാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും രക്ഷ, മാനസാന്തരം, മുഴുകസ്നാനം നിങ്ങൾ ഏറ്റവരാണെങ്കിൽ, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദശാംശം ആർക്കും കൊടുക്കണ്ട. പല സഭകളിലും ഞാൻ വിസിറ്റ് ചെയ്യുന്നു. പൊതുസൂക്ഷനായിട്ട് പറയട്ടെ, പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന സഹോദരന്റെ കുടുംബം കഴിഞ്ഞ 2-3 മാസമായി ദശാംശം നൽകിയില്ലെന്ന് പൊതുവേരിൽ പറയുന്നത് മനുഷ്യത്വരഹിതവും മര്യാദയില്ലായ്മയാണ്. കാരണം ഒന്ന്, പരസ്യമായി പേര് പറഞ്ഞത് തെറ്റ്, അല്ലെ വ്യക്തിപരമായി പറയണം. 2, പ്രധാനമായും ദശാംശം ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് എന്നാൽ സ്വമേധാദാനങ്ങൾ നൽകാം. നിങ്ങളുടെ കൃഷിഫലം, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാങ്ങയോ ചക്കയോ ഏത്തക്കോഴയോ മറ്റു കൊലകളോ ദേവാലയത്തിൽ സുമേധ നൽകാം. അത് ലേലം വിളിക്കാം. ആ പൈസ ചർച്ചിൽ എടുക്കാം, അത് തെറ്റല്ല. അവന് എന്തെങ്കിലും സ്തോത്ര കാഴ്ച ഇടാം, അത് തെറ്റല്ല. അത് 1 രൂപ മുതൽ മുകളിലോട്ട് എത്ര വേണേലും ഇടാം, അതിന് കണക്കില്ല. അത് സമനസാലെ നൽകുന്നതാണ്. ഓഹരി നൽകാം. നിങ്ങളുടെ സമയത്തിൻ്റെ ഓഹരിയും പണത്തിൻ്റെ ഓഹരിയും മറ്റ് നന്മയുടെ ഓഹരി എല്ലാം കൊടുക്കാം. അത് വസ്ത്രമാകാം, വാഹനമാകാം, എന്തുമാകാം. അത് വ്യക്തിപരമാ. എന്നാൽ ദശാംശം ഇല്ല എന്ന് വീണ്ടും ആധികാരികമായി പറയട്ടെ. നിലത്ത് അധ്വാനിച്ചുണ്ടാക്കിയതും
മൃഗസമ്പത്തിന്റെ 1/10 ദൈവം കൽപ്പനയായി യഹൂദരോട് ആവശ്യപ്പെട്ടത്. ന്യായപ്രമാണ നിയമം അനുസരിച്ച് ഭൂമിയും അതിലെ വൃക്ഷങ്ങളും ആടുമാടുകൾ ഉൽപ്പന്നങ്ങൾ എല്ലാറ്റിൻ്റെയും 1/10 യഹോവയായ ദൈവത്തിനുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ കാലത്ത് തുളസി, ജീരകം എന്ന് വെച്ചാൽ കരിഞ്ജീരകം എന്നാണ്, അതിനാണ് ചതകുപ്പ എന്നാണ് മലയാളം മഴയ വെർഷൻ, ഹെർബൽ അല്ലെങ്കിൽ കാരാവി എന്നാണ് സംസ്കൃതം. അപ്പോൾ തുളസിയും ചതകുപ്പയും അതും ഇതും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ദശാംശത്തിന്റെ ലിസ്റ്റിലേക്ക് പരീക്ഷന്മാർ കൊണ്ടുവന്നത് യേശുക്രിസ്തു പരസ്യമായി അവരെ ശാസിച്ചത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ? ഓർക്കണം, ഇത് യേശുക്രിസ്തു അംഗീകരിച്ചില്ല. അപ്പോൾ നിസാര വസ്തുക്കളെ പോലെ മനുഷ്യനെ പീഡിപ്പിക്കുന്ന അവസ്ഥ. നിങ്ങൾ കിണ്ടികണ്ഡങ്ങളുടെ പുറം വെടിപ്പാക്കുകയും അകത്ത് മലിനമായിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന വെള്ള തേച്ച ശവക്കലറാണെന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാനും എപ്പിസ്കോപ്പൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരോട് പറയട്ടെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അധ്വാനിച്ചുണ്ടാക്കുക. സ്വയം ഒരു വിശ്വാസിയോ വ്യക്തിയോ കുടുംബമോ തന്നാൽ നിങ്ങൾ സ്വീകരിക്കുക. ഇത് പാസ്റ്റർക്ക് വ്യക്തിപരമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ല, ഇത് സഭയ്ക്ക് വേണ്ടി തന്നതാണെങ്കിൽ സഭയുടെ അക്കൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയോടോ ആൾക്കാരോട് പറഞ്ഞിട്ട് അത് സഭയുടെ അക്കൗണ്ടിൽ വരാം. ഇതല്ലേ ന്യായവും മര്യാദ? അപ്പൊ ദശാംശന്റെ ഗണത്തിൽ ഇതെല്ലാം പെടുത്തിയത് കർത്താവ് തള്ളിക്കളഞ്ഞു. ഇത് ദൈവം കൽപ്പിച്ചല്ല, ക്രിസ്തുവും കൽപ്പിച്ചില്ല. മത്തായിയുടെ വിശേഷം 23:23, ലൂക്കോസിന്റെ സുവിശേഷം 11:42 വാക്യങ്ങളിൽ ഇവ വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. പുതിയ നിയമത്തിൽ ദശാംശം നൽകുന്നതിനെ കുറിച്ച് ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പറഞ്ഞില്ല എന്ന് പൗലോസോ എഴുതിയിട്ടില്ല, കൽപ്പനയെ പറഞ്ഞിട്ടില്ല. ദൈവസ്നേഹത്തിനും ദൈവനീതിക്കും മുകളിലായി ദശാംശത്തെ മേലെയായി കൊണ്ടുവന്ന പ്രവൃത്തിയെ ക്രിസ്തു പരസ്യമായി എതിർക്കുകയും ശാസിക്കുകയും ചെയ്തു. ലൂക്കോസ് സുവിശേഷം 18:9 മുതൽ 14 വരെ വാക്യങ്ങൾ. എന്നാൽ എബ്രായ ലേഖനത്തിലെ പരാമർശം 7:2 മുതൽ 9 വരെ പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നിട്ട് പിന്നെയും മടങ്ങിപ്പോയി ന്യായപ്രമാണം, മുഴുകൽ സ്നാനം വേണ്ടെന്നും ന്യായപ്രമാണം ഇതോടൊപ്പം പാലിക്കണമെന്ന് പറഞ്ഞ് തിരുത്തൽവാദികളായി പോയവരുള്ള മുന്നറിയിപ്പും ശാസനയുമാണ് 6-ാം അധ്യായം പറയുന്നത്. അതും നിങ്ങൾ വായിക്കുക. അപ്പോൾ എബ്രായ ലേഖനം, പുതിയ നിയമത്തിൽ ലേഖനകർത്താവിൻ്റെ അല്ലെങ്കിൽ രചയിതാവിൻ്റെ പേരില്ലാത്ത ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. പേര് പോലെ തന്നെ എബ്രായർക്ക് വേണ്ടി എഴുതിയതാണ്. അതും വീണ്ടും പറയട്ടെ, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് പിന്മാറിപ്പോയ ഈ യഹൂദ പശ്ചാത്തലത്തിലേക്ക് പിന്മാറിപ്പോയ യഹൂദർക്കുള്ള ദൂതും ആലോചനയുമാണ്. മഹാപുരോഹിതനും ഈ യാഗത്തെക്കാളും ആലയത്തെക്കുറിച്ചൊക്കെ വിശദമായി എബ്രായർക്കുള്ള എഴുത്തിൽ പറയുന്നത് അവർക്കുള്ളതാണ്. അപ്പോൾ ഓർക്കുക, പുതിയ നിയമസഭയ്ക്ക് ദശാംശം ഇല്ല. ദശാംശം അക്ഷരാർത്ഥത്തിൽ യഹൂദനാണ്. യഹൂദൻ ഇന്നും കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് വേണ്ട. എന്നാൽ മറ്റു തരത്തിൽ നിങ്ങൾക്ക് ദൈവത്തിനോ ദൈവദാസന്മാർക്കോ അല്ലെങ്കിൽ സുവിശേഷ വേലയെന്ന് സുവിശേഷന്മാർക്കോ മറ്റാർക്ക് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നൽകിക്കൊടുക്കാം. തെറ്റല്ല, പാപമല്ല. അത് അന്യോന്യമുള്ള ബന്ധമാണ്. എനിക്ക് അപ്രകാരം നൽകിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദശാംശം വേണമെന്ന് ആധികാരികമായി പരസ്യമായോ രഹസ്യമായോ നിങ്ങൾക്ക് ഒരു സഭയിലും ആരോടും പറയാൻ അനുവാദം ദൈവം നൽകിയിട്ടില്ല. ദൈവം നൽകാത്തത് പറയുന്നുണ്ടെങ്കിൽ അത് ദുരുപദേശം അല്ലേ? കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.